നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് PSC ബുള്ളറ്റിൻ ജനുവരി 2025 പാർട്ട് 1. കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പാക്കുന്ന സ്വദേശി ദർശൻ 2.0 പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കുമരകം ബേപ്പൂർ. രാജ്യത്ത് ഏതെങ്കിലും ഒരിടത്ത് കുറ്റകൃത്യം നടത്തി മറുനാട്ടിലേക്ക് കടക്കുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സംവിധാനം നഫീസ്, നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം. ദേശീയ അന്വേഷണ ഏജൻസിയായ NIA പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത് സദാനന്ദ് വസന്ത് ദാത്തെ. 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആര്? അരവിന്ദ് പനഗരിയ. ഇറാസ്മസ് പ്രൈസ് ലഭിച്ച പ്രശസ്ത ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരൻ അമിതാവ് ഘോഷ്. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളി AS രാജീവ്. MS സ്വാമിനാഥൻ പുരസ്കാരം നേടിയത് പ്രൊഫസർ BR കാംബോജ്. പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ 2024 എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? വൃന്ദാവൻ, ഉത്തർപ്രദേശ്. ഭരണഘടനാ ശില്പി BR അംബേദ്കറുടെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചത് എവിടെ? വിജയവാഡ. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലം അടൽ സേതു, മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക്. ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് പെഞ്ച് ടൈഗർ റിസർവ്, മഹാരാഷ്ട്ര. 2023 സ്വച്ഛ് സർവേഷൻ പുരസ്കാരത്തിൽ നിന്നും വൃത്തിയുള്ള നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് സൂറത്ത് ആൻഡ് ഇൻഡോർ. റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ 2 തവണ നയിച്ച ആദ്യ വനിതാ IPS ഉദ്യോഗസ്ഥ ശ്വേത K സുഗതൻ. ഇന്ത്യയിലെ ആദ്യ AI നഗരം നിലവിൽ വരുന്നത് എവിടെയാണ്? ലക്നൗ, ഉത്തർപ്രദേശ്. 2024 വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനം സുപ്രീം കോടതി. വർഷം 1950. തമിഴ്നാട്ടിൽ നിലവിൽ വന്ന പുതിയ വന്യജീവി സങ്കേതം തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം, ഈറോഡ്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് പാട്ന. 2024 ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ UPI അവതരിപ്പിച്ച യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രം ഈഫൽ ടവർ, പാരീസ്. ലോകത്ത് ഏറ്റവും ഗതാഗതക്കുരുക്കുള്ള 6ാമത്തെയും ഇന്ത്യയിലെ 1ാമത്തെ നഗരം ബംഗളൂരു. അന്തരിച്ച ഷാഹുൽ ഹമീദ്, ബംബ ബാക്കിയ എന്നീ ഗായകരുടെ ശബ്ദം നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പുനഃസൃഷ്ടിച്ച സംഗീതജ്ഞൻ AR റഹ്മാൻ. 2024 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയ നാണയം 75 രൂപ നാണയം. കരസേനയിലെ ആദ്യ വനിതാ സുബേന്ദാർ എന്ന നേട്ടം സ്വന്തമാക്കിയത് പ്രീതി രജക്. ബഹിരാകാശ യാത്രികർക്കായുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് നവി മുംബൈ. 2024 ഭാരതരത്ന പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ലഭിച്ചവർ: PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, MS സ്വാമിനാഥൻ, കർപ്പൂരി താക്കൂർ. 2024 കലാപത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഹെയ്തിയിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുവാനുള്ള രക്ഷാദൗത്യം ഓപ്പറേഷൻ ഇന്ദ്രാവതി. പത്മശ്രീ ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വനിതാ ആനപ്പാപ്പാനായ ആസാം സ്വദേശി പാർവതി ബർവ. ഇന്ത്യൻ വ്യോമസേനയുടെ സൈനിക അഭ്യാസമായ വായുശക്തി നടന്നത് എവിടെ വച്ചാണ്? പൊഖ്രാൻ, രാജസ്ഥാൻ. ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ച സൈനിക നീക്കം അറിയപ്പെടുന്നത് ഓപ്പറേഷൻ സർവശക്തി. ഇന്ത്യൻ കരസേനയും വ്യോമസേനയുമായി നടത്തുന്ന സൈനിക അഭ്യാസം ഡെവിൾ സ്ട്രൈക്ക്. 2024 ജനുവരിയിൽ രാജസ്ഥാനിൽ നടന്ന ഇന്ത്യ UAE സംയുക്ത സൈനിക അഭ്യാസം അറിയപ്പെടുന്നത് ഡിസേർട്ട് സൈക്ലോൺ. തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ നക്ഷത്രങ്ങൾ, നെബലുകൾ,
പൾസാറുകൾ തുടങ്ങിയവയുടെ പഠനത്തിനായി 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ദൗത്യം എക്സ്പോസാറ്റ് എക്സ്റേ പോളാരിമീറ്റർ സാറ്റലൈറ്റ്. ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിനായുള്ള ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം എക്സ്പോസാറ്റ്. 2024 ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ പുതിയ കാലാവസ്ഥ സമുദ്ര നിരീക്ഷണ ഉപഗ്രഹം ഇൻസാറ്റ് 3DS. വിക്ഷേപണ വാഹനം GSLV F-14. ISRO വിക്ഷേപിച്ച ചിലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോം POEM-3 PSLV ഓർബിറ്റൽ എക്സ്പെരിമെൻ്റ് മൊഡ്യൂൾ. തുടർച്ചയായി 6 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ ധനമന്ത്രി എന്ന റെക്കോർഡ് നേടിയത് നിർമ്മല സീതാരാമൻ. ചെക്കോവ് ആൻഡ് ഹിസ് ബോയ്സ് എന്ന ചെറുകഥാ സമാഹാരത്തിൻ്റെ രചയിതാവായ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ്. മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ മേധാവിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ പവൻ ദവുലുരി. അപരിചിതരായ സ്ത്രീകളെ മദ്യപിച്ചോ അല്ലാതെയോ ഡാർലിംഗ് എന്ന് വിളിക്കുന്നത് ലൈംഗിക അതിക്രമമായി കണക്കാക്കാം എന്ന് വിധി പുറപ്പെടുവിച്ച ഹൈക്കോടതി കൽക്കട്ട ഹൈക്കോടതി. ചന്ദ്രയാൻ 3 വിക്രം ലാൻഡർ ചന്ദ്രനിലിറങ്ങിയ സ്ഥലത്തിന് ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ അംഗീകരിച്ച പേര് ശിവശക്തി പോയിന്റ്. കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് കിസ് യൂണിവേഴ്സിറ്റി നൽകുന്ന ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരം നേടിയത് ബിൽ ഗേറ്റ്സ്. 10 ദിവസത്തേക്ക് അന്താരാഷ്ട്ര പദവി ലഭിച്ച ജാംനഗർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്ത്. 2022 നാഷണൽ ടൈഗർ റിസർവേഷൻ അതോറിറ്റി സർവേ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികൾ ഉള്ള സംസ്ഥാനം മധ്യപ്രദേശ്. ഭൂട്ടാൻ്റെ പരമോന്നത ബഹുമതിയായ ദ ഓർഡർ ഓഫ് ദ ഡ്രിങ്ക് ഗിലാപ്പിന് അർഹനായത് നരേന്ദ്രമോദി. 2024 മാർച്ചിൽ ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ എത്രാമത്തെ വാർഷികമാണ് ആചരിക്കുന്നത്? 50ാമത്. ഭരണത്തിലിരിക്കെ അറസ്റ്റിലാകുന്ന ആദ്യ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ലോകത്തിലെ ഏറ്റവും മലിനമായ മെട്രോപൊളിറ്റൻ പ്രദേശം ബെഗുസരായ്, ബീഹാർ. സൗരയൂഥത്തിലെ ചിഹ്നഗ്രഹമായ 2005 EX-296 ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ്റെ പേരിലാണ് നാമകരണം ചെയ്തത്? പ്രൊഫസർ ജയന്ത് മൂർത്തി. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ISRO നടത്തുന്ന യങ് സയൻറ്റിസ്റ്റ് പ്രോഗ്രാം യുവിക. ഇന്ത്യയിൽ ആദ്യമായി സെപ്റ്റിക് ടാങ്ക് ക്ലീനിംഗ് റോബോട്ടിനെ വികസിപ്പിച്ചത് IIT മദ്രാസ്. പൗരത്വ നിയമ ഭേദഗതി പ്രകാരം ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്കായി ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഹെൽപ്പ്ലൈൻ നമ്പർ 1032. ഇന്ത്യൻ നാവികസേനയ്ക്ക് നിർമ്മിച്ച പുതിയ ആസ്ഥാന മന്ദിരം നൗസേന ഭവൻ സ്ഥിതി ചെയ്യുന്നത് ഡൽഹി. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗം സാധ്യമായ ബഹിരാകാശ വിക്ഷേപണ വാഹനം പുഷ്പക്. 2024 വിക്ഷേപിച്ച ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ലോഞ്ച് പാഡിൽ നിന്നുള്ള സ്വകാര്യ റോക്കറ്റ് അഗ്നിബാൺ. നിർമ്മിച്ചത് അഗ്നികുൽ കോസ്മോസ്. അഗ്നിബാൺ വിക്ഷേപിക്കുന്നതിനായി ശ്രീഹരിക്കോട്ടയിൽ അഗ്നികുൽ കോസ്മോസ് നിർമ്മിച്ച ചലിപ്പിക്കാവുന്ന വിക്ഷേപണ തറയുടെ പേര് ധനുഷ്. 2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച MIRV സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള മിസൈൽ അഗ്നി 5. മിസൈൽ പരീക്ഷണത്തിന് നൽകിയ പേര് മിഷൻ ദിവ്യാസ്ത്ര. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ടവരി തുരങ്കപാത സേല ടണൽ അരുണാചൽ പ്രദേശിലെ തവാങ്ങിനെയും അസമിലെ തേസ്പൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. 2024 മാർച്ചിൽ നിലവിൽ വന്ന അരുണാചൽ പ്രദേശിലെ 27ാമത്തെ ജില്ല ബിച്ചു. ഇന്ത്യയിലെ ആദ്യ 8 വരി എലവേറ്റഡ് ഹൈവേ ദ്വാരക എക്സ്പ്രസ് വേ ഡൽഹിയെയും ഗുരുഗ്രാമിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ദേശീയ പട്ടികജാതി കമ്മീഷൻ NCSC ചെയർമാൻ കിഷോർ മക്വാന. പൊക്രാനിൽ നടന്ന ഇന്ത്യൻ കര വ്യോമ നാവികസേന സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേര് ഭാരത് ശക്തി. രാജ്യത്തെ ആദ്യ സ്കിൽ ഇന്ത്യ സെൻറ്റർ നിലവിൽ വന്നത് സാമ്പൽപൂർ, ഒഡീഷ. ലക്ഷദ്വീപിലെ മിനിക്കോയിൽ ഇന്ത്യ സ്ഥാപിച്ച പുതിയ നാവിക താവളം INS ജഡായു. ലോക്പാൽ അധ്യക്ഷൻ ജസ്റ്റിസ് AM ഖാൻവിൽക്കർ.
ഇന്ത്യയിൽ ആദ്യമായി നറുക്കെടുപ്പിലൂടെ രാജ്യസഭാ തിരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ഫോൺ വിളികളും സന്ദേശങ്ങളും മറ്റ് സൈബർ തട്ടിപ്പുകളും തടയാനായി കേന്ദ്ര ടെലികോം മന്ത്രാലയം ആരംഭിച്ച പ്ലാറ്റ്ഫോം ചക്ഷു പോർട്ടൽ. ഇളയരാജയുടെ ജീവിതകഥ പറയുന്ന ദ കിങ് ഓഫ് മ്യൂസിക് എന്ന ചിത്രത്തിൽ നായകനാകുന്ന നടൻ ധനുഷ്. 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകം എഴുതിയ മുൻ കരസേനാ മേധാവി എം നരവാനെ. 2024 റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥി ഇമ്മാനുവൽ മാക്രോൺ, ഫ്രഞ്ച് പ്രസിഡന്റ്. തമിഴ് നടൻ വിജയ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി തമിഴക വെട്രി കഴകം. അടുത്തിടെ അന്തരിച്ച ഏറ്റവും പ്രായം കൂടിയ MP ഷഫീഖുർ റഹ്മാൻ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയും ChatGPTയുടെ നിർമ്മാതാവുമായ ഓപ്പൺ AIയുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരി പ്രഗ്യ മിശ്ര. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ആദ്യ വനിതാ വൈസ് ചാൻസലറായി നിയമിതയായത് നൈമ ഖാത്തൂൺ. ദേശീയ വിദ്യാഭ്യാസ നയം, ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് എന്നിവ അടിസ്ഥാനമാക്കി അങ്കണവാടി കുട്ടികൾക്കായി കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പാഠ്യപദ്ധതി ആദർശശില. ഇന്ത്യൻ നാവികസേന ഇന്ത്യയുടെ കിഴക്കൻ തീരദേശത്ത് നടത്തിയ നാവികാഭ്യാസം പൂർവി ലഹാർ. ലക്ഷദ്വീപിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് HDFC ബാങ്ക് കരവത്തി ദ്വീപിൽ. IMF റിപ്പോർട്ടുകൾ പ്രകാരം 2025ഓടെ ലോകത്തെ ഏറ്റവും സാമ്പത്തിക ശക്തിയുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 4. 2024 ഏപ്രിലിൽ അന്തരിച്ച ഇന്ത്യൻ സൈക്കോ അനാലിസിസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രശസ്ത മനഃശാസ്ത്ര വിദഗ്ധനും എഴുത്തുകാരനുമായ വ്യക്തി സുധീർ കക്കർ. കപ്പലുകൾക്ക് കടന്നു പോകാൻ ഒരു ഭാഗം ലംബമായി ഉയരുന്ന കടലിനു മേലെ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം ന്യൂ പാമ്പൻ പാലം. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ഫാലി S നരിമാൻ അന്തരിച്ചത് 2024 ഫെബ്രുവരി 21. ഫാലി S നരിമാന്റെ ആത്മകഥ ബിഫോർ മെമ്മറി ഫെയ്ഡ്സ്. ഭിന്നശേഷിക്കാർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്പ് സാക്ഷ്യം ആപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റ ചട്ടലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര് C-വിജിൽ. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഭേദഗതി പ്രകാരം തെരഞ്ഞെടുപ്പിൽ മുതിർന്ന പൗരന്മാർക്കുള്ള തപാൽ വോട്ട് സൗകര്യം ലഭ്യമാക്കുന്ന പ്രായം 85 വയസ്സ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ശതമാനം ജനങ്ങളെ അറിയിക്കുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ആപ്പ് വോട്ടർ ടേൺ ഔട്ട് ആപ്പ്. കാൻ ഫിലിം ഫെസ്റ്റിവലിലെ അൺസർട്ടൻ റിക്കാർഡ് വിഭാഗത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരി അനസൂയ സെൻഗുപ്ത. ചിത്രം ദി ഷെയിംലെസ്. കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രിക്സ് പുരസ്കാരം നേടിയ ഇന്ത്യൻ ചിത്രം ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. സംവിധായിക പായൽ കപാഡിയ. ഒരു സീസണിൽ 2 തവണ എവറസ്റ്റ് കൊടുമുടിയും ലോൾസെ കൊടുമുടിയും കീഴടക്കിയ ആദ്യ വ്യക്തി എന്ന നേട്ടം സ്വന്തമാക്കിയ ഇന്ത്യക്കാരൻ സത്യദീപ് ഗുപ്ത. ഇന്ത്യയിലെ ആദ്യ നഗര പൊതുഗതാഗത റോപ്പ് വേ ആരംഭിക്കുന്നത് വാരണാസി. കാനഡയിലെ മക്ഗിൽ സർവകലാശാലയിൽ നിന്ന് ഓണററി ബിരുദം നേടിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞ ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ. വംശനാശ ഭീഷണി നേരിടുന്ന പോളോ പോണി കുതിരകളെ സംരക്ഷിക്കാൻ 30 ഏക്കർ പുൽമേടുകൾ അനുവദിച്ച സംസ്ഥാനം മണിപ്പൂർ. പോളോ മത്സരത്തിന് ഉപയോഗിക്കുന്ന കുതിരകളാണ് പോളോ പോണി. 2024 അന്തരിച്ച ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തി രഘുനന്ദൻ കമ്മത്ത്. നാച്ചുറൽസ് ഐസ്ക്രീം സ്ഥാപകൻ. യൂണിസെഫിന്റെ ഇന്ത്യയിലെ അംബാസഡറായി നിയമിക്കപ്പെട്ട ചലച്ചിത്ര താരം കരീന കപൂർ. ഇന്ത്യ അന്റാർട്ടിക്കയിൽ 4 വർഷത്തിനകം സ്ഥാപിക്കുന്ന പുതിയ ഗവേഷണ കേന്ദ്രത്തിന് നൽകിയ പേര് മൈത്രി-2. ആനകളെ ട്രെയിൻ ഇടിക്കാതിരിക്കാൻ റെയിൽവേയുടെ പുതിയ നിർമ്മിത ബുദ്ധി AI പദ്ധതി ഗജരാജ. വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ 2024 ട്രാവൽ ആൻഡ് ടൂറിസം വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 39, ഒന്നാമത് അമേരിക്ക.
മേഘാലയയിൽ നടന്ന ഇന്ത്യ ഫ്രാൻസ് സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേര് ശക്തി. ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിൻ്റെ 50ാം വാർഷികം ആചരിക്കപ്പെട്ടത് 2024 മെയ് 18. എല്ലാ സംസ്ഥാനങ്ങളിലെയും ഭക്ഷ്യവിതരണ ശൃംഖലയെ ഒരൊറ്റ പ്ലാറ്റ്ഫോമിന് കീഴിലാക്കുന്ന കേന്ദ്ര പദ്ധതി സ്മാർട്ട് PDS. ഇന്ത്യൻ വ്യോമസേന പരീക്ഷിച്ച പുതിയ എയർ ടു സർഫൈസ് മിസൈൽ ക്രിസ്റ്റൽ മേസ് 2. ഗ്രീൻ എനർജി കോർപ്പറേഷൻ്റെ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് അനീഷ് ശേഖർ. ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് ഓണർ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ടണൽ ആയി പ്രഖ്യാപിച്ചത് സേല ടണൽ, അരുണാചൽ പ്രദേശ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അക്വാട്ടിക് സെൻറ്റർ നിലവിൽ വന്നത് മണ്ഡപം, തമിഴ്നാട്. തീവണ്ടികളിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീ യാത്രക്കാർക്ക് സഹായം നൽകാനും അവരുടെ യാത്രാ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനുമുള്ള പദ്ധതി മേരി സഫേലി, എൻ്റെ കൂട്ടുകാരി. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ആളില്ലാ ബോംബർ വിമാനം FWD-200. 2024 ഏപ്രിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ദീർഘദൂര ക്രൂയിസ് മിസൈൽ നിർഭയ്. ഇന്ത്യയിലെ കർഷകർക്കായി വാർത്തകളും വിവരങ്ങളും പങ്കിടുന്നതിനായി ദൂരദർശൻ DD കിസാൻ ചാനൽ അവതരിപ്പിക്കുന്ന AI അവതാരകർ AI കൃഷ്, AI ഭൂമി. ഇന്ത്യയിലെ ആദ്യ വെർച്വൽ കാർഡ് പിക്സൽ പുറത്തിറക്കിയ ബാങ്ക് HDFC. സൗരോർജ ഉൽപ്പാദനത്തിൽ ലോകത്തിലെ 1ാമത്തെ രാജ്യമായി മാറിയത് ചൈന. 3ാം സ്ഥാനം ഇന്ത്യ. ഇന്ത്യൻ കരസേനയും വ്യോമസേനയും ചേർന്നുള്ള ഗഗൻ സ്ട്രൈക്ക് Z സംയുക്ത അഭ്യാസത്തിൻ്റെ വേദി പഞ്ചാബ്. 2024 മെയ് 20 മുതൽ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സുരക്ഷാ ചുമതല ഏറ്റെടുത്തത് CISF. എവറസ്റ്റ് കീഴടക്കിയ ടെൻസിംഗ് നോർഗയുടെ ജീവിതകഥ പറയുന്ന സിനിമ ടെൻസിംഗ്. ഏത് രാജ്യത്തെ സുപ്രീം കോടതിയാണ് പ്രഗ്നന്റ് വുമൺ എന്നതിന് പകരം പ്രഗ്നന്റ് പേഴ്സൺ എന്ന പദം ഉപയോഗിക്കണം എന്ന് പ്രസ്താവിച്ചത്? ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് സ്ഥാപിതമായത് പൂനെ. ഇന്ത്യയിലെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം ക്യാമ്പയിൻ നക്ഷത്ര സഭ നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. സ്റ്റോക്ക്ഹോം ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്ത് സൈനിക ആവശ്യങ്ങൾക്കായി ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന രാജ്യം അമേരിക്ക. 4ാം സ്ഥാനം ഇന്ത്യ. ഇന്ത്യയുടെ സഹകരണത്തോടെ ശ്രീലങ്കയിൽ നവീകരിക്കുന്ന തുറമുഖം കാങ്ക സന്തുറായ് തുറമുഖം. ഇന്ത്യയിൽ വ്യാപകമായി നടക്കുന്ന സൈബർ തട്ടിപ്പുകൾ തടയാനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള സൈബർ ക്രൈം കോർഡിനേഷൻ സെൻറ്റർ വികസിപ്പിച്ച സോഫ്റ്റ്വെയർ പ്രതിബിംബ്. ലോക്സഭയിലേക്ക് എതിരില്ലാതെടുക്കപ്പെട്ട 29ാമത്തെ MP മുകേഷ് ദയാൽ സൂറത്ത്. സ്ത്രീധനത്തിൽ ഭർത്താവിന് അവകാശമില്ല എന്ന് അടുത്തിടെ വിധി പ്രസ്താവിച്ച കോടതി സുപ്രീം കോടതി. ഡാറ്റ വിനിമയത്തിൽ 1ാം സ്ഥാനത്തുള്ള കമ്പനി റിലയൻസ് ജിയോ. ഇന്ത്യയിലെ പുതിയ റാംസർ സൈറ്റുകൾ നാഗി പക്ഷികേന്ദ്രം ബീഹാർ, നക്തി പക്ഷികേന്ദ്രം ബീഹാർ. നിലവിൽ ഇന്ത്യയിലെ റാംസർ സൈറ്റുകളുടെ എണ്ണം 82. ലോകത്ത് ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റുകൾ ഉള്ള രാജ്യം UK 175. പരിസ്ഥിതി സൗഹാർദ്ദ ഇന്ധനങ്ങളായ പ്രകൃതിവാതകവും കംപ്രസ്സു ചെയ്ത് പ്രകൃതിവാതകവും ഉപയോഗിക്കുന്നതിനായി വാക്യ എനർജി ഹെയ് എന്ന ക്യാമ്പയിൻ ആരംഭിച്ച സ്ഥാപനം ഗെയിൽ ഇന്ത്യ. പുകയില നിയന്ത്രണത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറായി 2024 നിയമിക്കപ്പെട്ട ഇന്ത്യൻ ബാഡ്മിൻ്റൺ താരം PV സിന്ധു. ലോകത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര നാവിക അഭ്യാസമായ റിംപാക്ട് 24ൽ പങ്കെടുത്ത ഇന്ത്യൻ നാവികസേനാ കപ്പൽ INS ശിവാലിക്. വേദി അലാസ്ക. ഇന്ത്യയിൽ ആദ്യമായി വനമേഖലയിൽ കാട്ടുതീ നേരത്തെ കണ്ടെത്താൻ AI അധിഷ്ഠിത സംവിധാനം സ്ഥാപിക്കപ്പെട്ട ടൈഗർ റിസർവ് പെൻസ് ടൈഗർ റിസർവ്, മധ്യപ്രദേശ്. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത നാവിക അഭ്യാസമാണ് ജിമെക്സ് 24? ഇന്ത്യ, ജപ്പാൻ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയ സ്ഥാനാർത്ഥി ശങ്കർ ലാൽവാനി, ഇൻഡോർ ലോക്സഭാ മണ്ഡലം.
2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം നേടിയ സ്ഥാനാർത്ഥി രവീന്ദ്ര ദത്താറ, മുംബൈ നോർത്ത് വെസ്റ്റ് മണ്ഡലം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരേ ഒരു വോട്ടർ മാത്രമുള്ള പോളിംഗ് സ്റ്റേഷൻ ബനേസ് പോളിംഗ് സ്റ്റേഷൻ, ഗുജറാത്ത്. ഗുജറാത്തിലെ ഗീർ വനത്തിനുള്ളിലുള്ള ബനേസ് പോളിംഗ് സ്റ്റേഷനിലെ ഏക വോട്ടറുടെ പേര് മഹത് ഭാരത് ദാസ് ദർശൻ ദാസ്. ആദ്യമായി ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ഗ്രേറ്റ് നിക്കോബാറിലെ ഗോത്രവിഭാഗം ഷോംപെൻ. 18ാമത് ലോക്സഭയിലെ പ്രോ ടൈം സ്പീക്കറായി നിയമിതനായത് ഭർതൃഹരി മൊഹ്താബ്. 2024 10ാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ ഇന്ത്യയിലെ മുഖ്യവേദി ശ്രീനഗർ. 2024 അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ പ്രമേയം യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്റ്റീൽ ആർച്ച് റെയിൽ പാലം നിലവിൽ വന്നത് റിയാസി ചിനാബ് നദിക്ക് മുകളിൽ. 2024 അന്തരിച്ച പ്രൊഫസർ CV ചന്ദ്രശേഖർ ഏത് മേഖലയിലാണ് പ്രശസ്തനായത്? ഭരതനാട്യം നർത്തകൻ. 2024 നടക്കുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ബഹുരാഷ്ട്ര വ്യോമാഭ്യാസം തരംഗ് ശക്തി. യുനെസ്കോയുടെ ലോകത്തിലെ 7 മികച്ച മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഗുജറാത്തിലെ മ്യൂസിയം സ്മൃതി വാൻ, ഭൂജ് ഭൂകമ്പത്തിൻ്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച മ്യൂസിയം. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും അധികം സമുദ്ര മത്സ്യ ലഭ്യതയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത്, 2ാം സ്ഥാനം കേരളം. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ആത്മഹത്യാ ഡ്രോൺ നാഗാസ്ത്ര 1. 2024 സുസ്ഥിര വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 109, 1ാം സ്ഥാനം ഫിൻലാൻഡ്. 2024 ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 116, 1ാം സ്ഥാനം ഐസ്ലാൻഡ്. ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും പ്രമുഖ നേതാക്കളുടെയും പ്രതിമകൾ സ്ഥാപിച്ച പ്രേരണാ സ്ഥൽ ഉദ്ഘാടനം ചെയ്ത് ജഗ്ദീപ് ധൻകർ. മെർസർ നടത്തിയ 2024 കോസ്റ്റ് ഓഫ് ലിവിംഗ് സർവേ അനുസരിച്ച് ജീവിക്കാൻ ഏറ്റവും ചെലവേറിയ ഇന്ത്യൻ നഗരം മുംബൈ. ലോക്സഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓം ബിർള. 18ാമത് ലോക്സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 2024 ജൂൺ 24. 18ാമത് ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. രാജ്യസഭാ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് JP നദ്ദ. രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ. ഫ്ലോ പാരിസ്ഥിതിക നിരീക്ഷണ സംവിധാനത്തിലൂടെ കേന്ദ്ര ജലശക്തി മന്ത്രാലയം നിരീക്ഷിക്കുന്ന നദി ഗംഗാ നദി. മയക്കുമരുന്ന് വിൽപ്പനയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി മിഷൻ നിശ്ചയ് തുടങ്ങുന്ന സംസ്ഥാനം പഞ്ചാബ്. 2024 പുറത്തുവന്ന ആഗോള ലിംഗസമത്വ സൂചിക ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 129, 1ാം സ്ഥാനം ഐസ്ലാൻഡ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പുള്ളിപ്പുലി സഫാരി പാർക്ക് നിലവിൽ വന്നത് ബന്നാർഘട്ട ബയോളജിക്കൽ പാർക്ക്, കർണാടകം. ടീസ്റ്റ നദീജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട കരാറിൽ ഇന്ത്യക്കൊപ്പം ഒപ്പുവെച്ച രാജ്യം ബംഗ്ലാദേശ്. 53ാമത് GST കൗൺസിൽ മീറ്റിംഗിൻ്റെ വേദി ന്യൂഡൽഹി. എല്ലാ മന്ത്രിമാരും അവരുടെ ശമ്പളത്തിനും അലവൻസുകൾക്കും ആദായ നികുതി നൽകണമെന്ന് തീരുമാനിച്ച സംസ്ഥാനം മധ്യപ്രദേശ്. കാർഗിൽ വിജയ് ദിവസിൻ്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യൻ ആർമി വിനോദസഞ്ചാരികൾക്കായി തുറന്നുകൊടുത്ത ഖലൂബർ യുദ്ധസ്മാരക മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ലഡാക്ക്. ഇന്ത്യക്കുള്ളിൽ പറക്കുന്ന വിമാനങ്ങൾ ഉൾപ്പെടെ ഇൻ്റർനെറ്റ് ലഭ്യമാക്കാൻ സഹായിക്കുന്ന ഉപഗ്രഹം GSAT-N2. GSAT-20 വിക്ഷേപണ വാഹനം ഫാൽക്കൺ 9. 2024 ജൂലൈയിൽ അന്തരിച്ച ജൈവകൃഷി സംരക്ഷിക്കുന്നതിൽ വലിയ സംഭാവനകൾ നൽകുകയും നാടൻ വിത്തുകൾ സംരക്ഷിക്കുകയും ചെയ്ത ഗോത്ര കർഷക കമല പൂജാരി. 53ാമത് GST കൗൺസിൽ യോഗത്തിൽ GSTയിൽ നിന്നും ഒഴിവാക്കിയ സേവനങ്ങൾ റെയിൽവേ സേവനങ്ങൾ, വിദ്യാർത്ഥി ഹോസ്റ്റൽ. 2024 ഹെയ്ൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ സ്ഥാനം 82, 1ാം സ്ഥാനം സിംഗപ്പൂർ. ഇന്ത്യയുടെ ചരിത്രത്തിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ച കേന്ദ്ര ധനമന്ത്രി എന്ന ബഹുമതി സ്വന്തമാക്കിയത് നിർമ്മല സീതാരാമൻ. റോസരിറ്റ എന്ന നോവലിൻ്റെ രചയിതാവ് അനിത ദേശായി.
2024 പുറത്തുവന്ന റിപ്പോർട്ട് പ്രകാരം സമൂഹമാധ്യമമായ എക്സിൽ 10 കോടിയിലധികം ഫോളോവേഴ്സ് ഉള്ള ദേശീയ നേതാവ് നരേന്ദ്രമോദി. ഇന്ത്യയുടെ 78ാമത് സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ പ്രമേയം വികാസ ഭാരതം. കുഫ്രി ഉദയ് ഏത് വിളയുടെ സങ്കര ഇനമാണ്? ഉരുളക്കിഴങ്ങ്. കേന്ദ്ര സർക്കാരിന്റെ ആദ്യ ദേശീയ ലഹരി വിരുദ്ധ ടോൾ ഫ്രീ നമ്പർ 1933. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇന്ത്യൻ ഭാഷകളിൽ 22,000 പുസ്തകങ്ങൾ വികസിപ്പിക്കുന്നതിനായി വിദ്യാഭ്യാസ മന്ത്രാലയം യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ UGCയും ആരംഭിച്ച പദ്ധതി അസ്മിത. കൊതുകുകളിലൂടെയും മണൽ ഈച്ചകളിലൂടെയും പകരുന്ന അപൂർവ രോഗമായ ചാന്ദിപുര വൈറസ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഗുജറാത്ത്. ലോകത്തിലെ ഏറ്റവും വലിയ രാമായണ ക്ഷേത്രം നിലവിൽ വന്നത് ബീഹാർ ഈസ്റ്റ് ചമ്പാരൻ ജില്ല. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി കരുണാനിധിയുടെ 100ാം ജന്മവാർഷികത്തിന്റെ ഭാഗമായി എത്ര രൂപയുടെ പ്രത്യേക സ്മാരക നാണയമാണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം പുറത്തിറക്കിയത്? 100. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യത്തെ ചരക്കു കപ്പൽ സാൻ ഫെർണാണ്ടോ. 2024 ഹാലോ ഓർബിറ്റൽ ആദ്യ ഭ്രമണം പൂർത്തിയാക്കിയ ഇന്ത്യയുടെ സൗരഭ്യാസം ആദിത്യ L1. പ്രമുഖ റിസർച്ച് സ്ഥാപനമായ സാവിൽസ് നടത്തിയ വാർഷിക സർവേ പ്രകാരം ലോകത്തിലെ അതിവേഗം വളരുന്ന നഗരങ്ങളുടെ പട്ടികയിൽ 1ാമതെത്തിയ ഇന്ത്യൻ നഗരം ബംഗളൂരു. 2024 ഗ്ലോബൽ ഇന്ത്യ AI ഉച്ചകോടിക്ക് വേദിയായത് ന്യൂഡൽഹി. രാജ്യത്തെ പുതിയ ക്രിമിനൽ നിയമം പൂർണ്ണമായി നടപ്പിലാക്കിയ ആദ്യ ഭരണകേന്ദ്രം ഛത്തീസ്ഗഡ്. നീതി ആയോഗ് സുസ്ഥിര വികസന സൂചിക 2023-24 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനങ്ങൾ കേരളം, ഉത്തരാഖണ്ഡ്. 2ാം സ്ഥാനം തമിഴ്നാട്. 3ാം സ്ഥാനം ഗോവ. 2024 ജൂലൈ റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ ദി അപ്പോസ്തൽ ലഭിച്ചത് നരേന്ദ്രമോദി. ലഡാക്ക് പർവ്വത പ്രദേശത്ത് വിന്യസിച്ച ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഭാരം കുറഞ്ഞ യുദ്ധ ടാങ്ക് സോരാവർ. ഇന്ത്യയുടെ 30ാമത് കരസേനാ മേധാവിയായി ചുമതലയേറ്റത് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ഇന്ത്യയിൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത് 2024 ജൂലൈ 1. 2024 ജൂലൈ 1 മുതൽ IPCക്ക് പകരം പ്രാബല്യത്തിൽ വന്ന പുതിയ നിയമം ഭാരതീയ ന്യായ സംഹിത. 2024 ജൂലൈ 1 മുതൽ CRPCക്ക് പകരം പ്രാബല്യത്തിൽ വന്ന പുതിയ നിയമം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ ക്രിമിനൽ നിയമപ്രകാരമുള്ള ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്ത് ഗോളിയാർ. ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ ക്രിമിനൽ നിയമപ്രകാരം കേരളത്തിൽ ആദ്യമായി കേസ് രജിസ്റ്റർ ചെയ്ത് കൊണ്ടോട്ടി. പുതിയ ക്രിമിനൽ നിയമപ്രകാരം പോലീസ് റിമാൻഡ് കാലാവധി പരമാവധി എത്ര ദിവസമാണ്? 15 ദിവസം. 2024 യുനെസ്കോ ലോക പൈതൃക ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ. 2024 ചാഡ്വിക് ഹൗസ് നാവിഗേഷൻ ഓഡിറ്റ് ഹെറിറ്റേജ് ചരിത്ര മ്യൂസിയം നിലവിൽ വന്നത് ഷിംല. മുഗൾ സാമ്രാജ്യത്തിന്റെ ചരിത്രം വിശദീകരിക്കുന്ന ബുക്ക് ഓഫ് എംപേഴ്സ് എന്ന പുസ്തകം രചിച്ചത് അശ്വത ജയകുമാർ. ഇന്ത്യൻ വ്യോമസേനയുടെ നേതൃത്വത്തിൽ 2024 നടന്ന ഇന്ത്യയുടെ ആദ്യത്തെ ബഹുരാഷ്ട്ര വ്യോമാഭ്യാസം തരംഗ് ശക്തി. ലോകത്തിലെ ഏറ്റവും വലിയ നാവികാഭ്യാസം റിംപാക് 24. റിം ഓഫ് ദ പസഫിക് എക്സൈസ്. ലോകത്തിലെ ഏറ്റവും വലിയ നാവികാഭ്യാസമായ റിംപാക് 24ന്റെ വേദി ഹവായ് ദ്വീപുകൾ. റിംപാക് 24ന്റെ ഭാഗമാകുന്ന ഇന്ത്യൻ കപ്പൽ INS ശിവാലിക്. ഇന്ത്യ മംഗോളിയ സംയുക്ത സൈനികാഭ്യാസമായ നോമാഡിക് എലിഫന്റ് 24ന്റെ വേദി ഉംറോയ് മേഘാലയ. ഇന്ത്യയും തായ്ലൻഡും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമായ മൈത്രി 2024ന്റെ വേദി തായ്ലൻഡ്. 2024 ശ്രീലങ്കയിൽ നടന്ന ഇന്ത്യ ശ്രീലങ്ക സംയുക്ത സൈനിക പരിശീലന പരിപാടി മിത്രശക്തി. ഉദാരശക്തി 2024 ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമാണ്? ഇന്ത്യ, മലേഷ്യ. ISRO നാസയുമായി ചേർന്ന് തയ്യാറാക്കുന്ന റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് പേടകം നിസാർ. വൈസ് ചാൻസലർ പദവിയെ കുൽഗുരു എന്ന പുനർനാമകരണം ചെയ്ത സംസ്ഥാനം മധ്യപ്രദേശ്.
അടുത്തിടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ അലുമിനിയം പാത്രങ്ങൾക്ക് സർക്കാർ നിർബന്ധമാക്കിയ ട്രേഡ് മാർക്ക് ISI മാർക്ക് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ. മസ്തിഷ്കാഘാതം വന്നവരുടെ കൈകളുടെ ചലനശേഷി വീണ്ടെടുക്കാൻ മദ്രാസ് IITയും വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജും ചേർന്ന് വികസിപ്പിച്ച റോബോട്ട് പ്ലൂട്ടോ പ്ലഗ് ആൻഡ് ട്രെയിൻ റോബോട്ട് ഫോർ ഹാൻഡ് ന്യൂറോ റീഹാബിലിറ്റേഷൻ. നരേന്ദ്രമോദി സന്ദർശിച്ച ജാം സാഹേബ് ഓഫ് നവനഗർ സ്മാരകം സ്ഥിതി ചെയ്യുന്ന രാജ്യം പോളണ്ട്. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി രൂപീകരിച്ച പുതിയ പെൻഷൻ പദ്ധതി ഏകീകൃത പെൻഷൻ പദ്ധതി UPS പദ്ധതി ആരംഭിക്കുന്നത് 2025 ഏപ്രിൽ 1. 2024 ഓഗസ്റ്റിൽ വിക്ഷേപിച്ച ISROയുടെ പുതിയ ഭൗമനിരീക്ഷണ ഉപഗ്രഹം EOS-08 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇന്ത്യയുടെ 43ാമത് ലോക പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ചത് അസമിലെ അഹോം രാജവംശത്തിൻ്റെ മൈതാം ശവകുടീരങ്ങൾ. ആദ്യമായി പുനരുപയോഗിക്കാവുന്ന ഹൈബ്രിഡ് റോക്കറ്റ് റുഫി 1 വിക്ഷേപിച്ച രാജ്യം ഇന്ത്യ. അന്തരീക്ഷവായു വലിച്ചെടുത്ത് കുതിക്കാൻ ശേഷിയുള്ള സ്ക്രാംജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ച് പറക്കൽ പരീക്ഷണം നടത്തുന്ന 4ാമത്തെ രാജ്യം ഇന്ത്യ. ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 23. ചന്ദ്രയാൻ 3 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയതിൻ്റെ ഓർമ്മയ്ക്കായി. 2024 ദേശീയ ബഹിരാകാശ ദിനത്തിൻ്റെ പ്രമേയം ചന്ദ്രനെ തൊടുമ്പോൾ ജീവിതങ്ങളെ സ്പർശിക്കുന്നു, ഇന്ത്യയുടെ ബഹിരാകാശ സാഗ. തിമോർ ലെസ്തെ സന്ദർശിക്കുന്ന ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ദ്രൗപദി മുർമു. തിമോർ ലെസ്റ്റെ രാജ്യത്തിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് കോളർ ഓഫ് ദി ഓർഡർ ഓഫ് തിമോർ ലെസ്തെ എന്ന ബഹുമതി ലഭിച്ച ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു. അന്തരീക്ഷ ഓക്സിജൻ സ്വീകരിച്ചു പറക്കുന്ന ATV അഡ്വാൻസ്ഡ് ടെക്നോളജി വെഹിക്കിൾ റോക്കറ്റ് ഏത് ഏജൻസിയുടേതാണ്? ISRO. ഇന്ത്യയിലെ ആദ്യ അരി ATM അന്നപൂർണി ATM സ്ഥാപിച്ചത് ഭുവനേശ്വർ. അദാനി ഗ്രൂപ്പിനും സെബി ചെയർപേഴ്സൺ മാധവി പുരി ബുച്ചിനുമെതിരെ റിപ്പോർട്ടുകൾ പുറത്തുവിട്ട അമേരിക്കൻ നിക്ഷേപ ഗവേഷണ സ്ഥാപനം ഹിൻഡൻബർഗ് റിസർച്ച്. ഇന്ത്യയിലെ ആദ്യ ലിഥിയം ഖനി നിലവിൽ വരുന്ന കത്ഖോര നഗരം ഏത് സംസ്ഥാനത്തിലാണ്? ഛത്തീസ്ഗഡ്. എയർഫോഴ്സ്മെൻ ഡയറക്ടറേറ്റിൻ്റെ പുതിയ ഡയറക്ടറായി നിയമിതനായത് രാഹുൽ നവീൻ. ഗോത്ര സമൂഹങ്ങളുടെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി പ്രധാനമന്ത്രി ജൻ ദേശീയ ഉന്നത് ഗ്രാം അഭിയാൻ. 2024 ഓഗസ്റ്റ് 75ാമത് വാർഷികം ആചരിച്ച ഇന്ത്യൻ കറൻസി നോട്ട് ₹1. ഛത്തീസ്ഗഡിൽ നിലവിൽ വരുന്ന 4ാമത്തെ ടൈഗർ റിസർവ് ഗുരു ഘാസിദാസ് താമോർ പിംഗ്ല ടൈഗർ റിസർവ്. 10 പ്രാദേശിക ഭാഷകളിൽ ലോക്സഭാ നടപടികൾ സംരക്ഷണം ആരംഭിച്ച സർക്കാർ ടെലിവിഷൻ ചാനൽ സൻസദ് TV. കാർഷിക സാമ്പത്തിക വിദഗ്ധരുടെ 32ാമത് അന്താരാഷ്ട്ര സമ്മേളനം സംഘടിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ. ന്യൂഡൽഹി. സെബി ഉപഭോക്താക്കൾക്കായി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI അടിസ്ഥാനമാക്കിയുള്ള ചാറ്റ് ബോട്ട് സേവ. ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്രിന്റഡ് സ്കൂൾ നിലവിൽ വന്നത് പാച്ചിൻ സർക്കാർ സെക്കൻഡറി സ്കൂൾ, ഇറ്റാനഗർ, അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ പുതിയ ക്യാബിനറ്റ് സെക്രട്ടറി TV സോമനാഥൻ. വിദ്യാർത്ഥികൾക്ക് സാനിറ്ററി നാപ്കിൻ വാങ്ങാൻ പണം നൽകുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം മധ്യപ്രദേശ്. ഇന്ത്യയിലെ ആദ്യ മുങ്ങിക്കിടക്കുന്ന മ്യൂസിയം നിലവിൽ വന്നത് ഡൽഹി ഹുമയൂൺ ശവകുടീര സമുച്ചയത്തിൽ. 16ാമത് രാജ്യാന്തര ഡോക്യുമെൻ്ററി ഹ്രസ്വചിത്ര മേളയിലെ മികച്ച ഡോക്യുമെൻ്ററിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് വസുദൈവ കുടുംബകം. സംവിധാനം ആനന്ദ് പട്വർദ്ധൻ. അടുത്തിടെ അന്തരിച്ച വിഖ്യാത ഭരതനാട്യം കുച്ചിപ്പുടി നർത്തകി യാമിനി കൃഷ്ണമൂർത്തി. യാമിനി കൃഷ്ണമൂർത്തിയുടെ ആത്മകഥ എ പാഷൻ ഫോർ ഡാൻസ്. പ്രകൃതിക്ഷോഭങ്ങളെ നേരിടാൻ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ മികച്ച സഹകരണം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് 2005 ഭേദഗതി ചെയ്യാനുള്ള ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ്. 2024 ഓഗസ്റ്റിൽ അന്തരിച്ച പശ്ചിമ ബംഗാളിൻ്റെ മുൻ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യ.
ISRO, നാസ സംയുക്ത സംരംഭമായ ആക്സിയം മിഷൻ 4ന്റെ ബഹിരാകാശ യാത്രയുടെ ഭാഗമാകുന്ന ഇന്ത്യക്കാരൻ ശുഭാൻശു ശുക്ല 2 വർഷത്തിനകം കേരളത്തിൽ പുതിയ HIV ബാധിതർ ഇല്ലാതാക്കാൻ ആരോഗ്യവകുപ്പിന്റെ പദ്ധതി 1-0. അടുത്തിടെ കണ്ടെത്തിയ ഇന്ത്യയിലെ ആൻഡമാൻ ദ്വീപുകളിൽ മാത്രം കാണപ്പെടുന്ന അന്തമാനിസ് ചാൾസ് ഡാർവിൻ എന്ന ജീവിവർഗം ഏത് വിഭാഗത്തിൽപ്പെടുന്ന ജീവിയാണ്? തവള. സുഖോയ് യുദ്ധവിമാനത്തിൽ സഞ്ചരിക്കുന്ന 4ാമത്തെ രാഷ്ട്രപതി ദ്രൗപദി മുർമു. അമീബിക് മസ്തിഷ്ക ജ്വര ചികിത്സയ്ക്കായുള്ള രക്ഷാമരുന്നായ മിൽട്ടിഫോസിൽ ഏത് രാജ്യത്തു നിന്നാണ് കേരളത്തിൽ എത്തിച്ചത്? ജർമ്മനി. അയോധ്യയിലെ റാം ലല്ലയെ ചിത്രീകരിക്കുന്ന ലോകത്തെ ആദ്യ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം ലാവോസ്. 2024 ജൂലൈയിൽ ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയോയിൽ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ അനാച്ഛാദനം ചെയ്തത് ആരുടെ പ്രതിമയാണ്? മഹാത്മാഗാന്ധി. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപ്. രാഷ്ട്രപതി ഭവനിലെ അശോക് ഹാളിന്റെ പുതിയ പേര് അശോക് മണ്ഡപ്. ഗണതന്ത്ര എന്ന വാക്കിന്റെ അർത്ഥം റിപ്പബ്ലിക്. GI ടാഗ് പദവി ലഭിച്ച മുഷ്ക് ബഡ്ജി അരി എവിടെ നിന്നാണ്? ജമ്മു കാശ്മീർ. 2024 ജൂലൈയിൽ പുതുച്ചേരിയുടെ ലഫ്റ്റനന്റ് ഗവർണറായി നിയമിതനായ മലയാളി K. കൈലാഷ് നാഥൻ. കുട്ടികൾക്ക് വേണ്ടിയുള്ള ദീർഘകാല സമ്പാദ്യം പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി NPS വാത്സല്യ പദ്ധതി. അരവിന്ദ് കെജ്രിവാൾ രാജിവെച്ചതിനെ തുടർന്ന് ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് അതിഷി മാർലേന സിംഗ്. ഇന്ത്യയുടെ ആദ്യ സമ്പൂർണ്ണ റോബോട്ടിക് ഒപ്റ്റിക്കൽ റിസർച്ച് ടെലസ്കോപ്പ് ഗ്രോത്ത് ഇന്ത്യ ടെലസ്കോപ്പ് സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലെ ഹാൻലെയിൽ. 24 മണിക്കൂറിനുള്ളിൽ 11 ലക്ഷത്തിലധികം വൃക്ഷത്തൈകൾ നട്ട് റെക്കോർഡ് സ്ഥാപിച്ച ഇന്ത്യൻ നഗരം ഇൻഡോർ, മധ്യപ്രദേശ്. കേന്ദ്രഭരണ പ്രദേശമായ ആൻഡമാൻ നിക്കോബാറിന്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിന്റെ പുതിയ പേര് ശ്രീ വിജയപുരം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ സ്കൈ ഡൈക്ക് നിലവിൽ വരുന്നത് ബംഗളൂരു. കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായത് തുഹിൻ കാന്ത പാണ്ഡെ. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഭാഗ്യക്കുറിയായ ഈസി ലോട്ടറി അവതരിപ്പിച്ച സംസ്ഥാനം മേഘാലയ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് യുദ്ധവിമാനം പറത്തുന്ന ആദ്യ വനിതാ പൈലറ്റ് മോഹന സിംഗ്. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ഇതാരി റെയിൽവേ സ്റ്റേഷൻ മഹാരാഷ്ട്ര ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്തിരിക്കുന്നത്? സുഭാഷ് ചന്ദ്രബോസ്. കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന പദ്ധതി പഠിക്കാൻ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ രാംനാഥ് കോവിന്ദ്. ഏത് സംസ്ഥാനത്തിന്റെ ഫലമായിട്ടാണ് കാചി നെയ്മുവിനെ പ്രഖ്യാപിച്ചത്? ആസം. ഇന്ത്യയിലെ ഏത് നഗരത്തിലാണ് ഗൂഗിളിന്റെ AI ലാബ് നിലവിൽ വരുന്നത്? ചെന്നൈ. 2024 സെപ്റ്റംബറിൽ ഡെങ്കിപ്പനിയെ മഹാമാരിയായി പ്രഖ്യാപിച്ച സംസ്ഥാനം കർണാടക. യൂണിഫൈഡ് പെൻഷൻ സ്കീം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം മഹാരാഷ്ട്ര. മുസ്ലിങ്ങളുടെ വിവാഹം, വിവാഹമോചനം എന്നിവ സർക്കാരിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യാൻ നിർബന്ധമാക്കുന്ന ബിൽ നിയമസഭയിൽ പാസാക്കിയ സംസ്ഥാനം അസം. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച ഏഷ്യൻ സിനിമയുടെ അമ്മ എന്നറിയപ്പെടുന്ന ചലച്ചിത്ര നിരൂപക അരുണ വാസുദേവ്. കുട്ടികളുടെ വിവാഹപ്രായം 18 നിന്ന് 21 വയസ്സായി ഉയർത്തി നിയമനിർമ്മാണം നടത്തിയ രാജ്യത്തെ ആദ്യ സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. അടുത്തിടെ കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ 2ാമത്തെ ആണവ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി INS അരിഖാത്ത്. ഷാം, നുബ്ര, ചാങ്താൻ, സാംസ്കർ, ദ്രാസ് എന്നീ ജില്ലകൾ നിലവിൽ വരുന്ന കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക്. കോളറയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഭാരത് ബയോടെക് വികസിപ്പിച്ച ഓറൽ വാക്സിൻ ഹിൽകോൾ. സുപ്രീം കോടതിയുടെ പുതിയ പതാക ഡിസൈൻ ചെയ്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി. നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ് NGSന്റെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത് B. ശ്രീനിവാസൻ. നാസ്കോം ചെയർപേഴ്സൺ ആയി നിയമിതനായ ഇന്ത്യക്കാരി സിന്ധു ഗംഗാധരൻ. അമേരിക്കയിലെ ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ 2024 ഏറ്റവും മികച്ച കേന്ദ്ര ബാങ്ക് മേധാവിയായി
തുടർച്ചയായി 2ാം വർഷവും തിരഞ്ഞെടുത്തത് ശക്തികാന്ത ദാസ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മുൻ ഗവർണർ. ഓസ്ട്രേലിയയിൽ മന്ത്രിയാകുന്ന ആദ്യ ഇന്ത്യക്കാരൻ ജിൻസൺ ആൻഡ്രൂ ചാൾസ്. 2024 ഇന്ത്യൻ സുപ്രീം കോടതിയുടെ പുതിയ പതാകയും ചിഹ്നവും അനാച്ഛാദനം ചെയ്തത് ആര്? ദ്രൗപദി മുർമു. പതാകയുടെ നിറം നീല. അടുത്തിടെ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷകൾ: മറാഠി, ചാലി, പ്രാകൃത്, ബംഗാളി, അസമീസ്. ഇന്ത്യയിലെ ശ്രേഷ്ഠ ഭാഷകളുടെ എണ്ണം 11. സോലാപൂർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. അടുത്തിടെ ദലൈലാമയുടെ പേര് സാങ്യാങ് ഗാരസോ നൽകിയ കൊടുമുടി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ഇന്ത്യ ഒമാൻ സംയുക്ത സൈനികാഭ്യാസമായ അൽ നജാഹ് 5 2024 വേദി സലാല. ടെറിട്ടോറിയൽ ആർമിയുടെ 128ാമത് ഇൻഫൻട്രി ബറ്റാലിയൻ 1 മണിക്കൂറിൽ 5 ലക്ഷം വൃക്ഷത്തൈകൾ നട്ട് ലോക റെക്കോർഡ് നേടിയ ജയ്സാൽമീർ ഏത് സംസ്ഥാനത്തിലാണ്? രാജസ്ഥാൻ. ഇന്ത്യയിലെ ആദ്യ വന്ദേ ഭാരത് മെട്രോ സർവീസ് നിലവിൽ വന്നത് അഹമ്മദാബാദ് ഭൂജ് റൂട്ടിൽ. വന്ദേ ഭാരത് മെട്രോയുടെ പുതിയ പേര് നമോ ഭാരത് റാപ്പിഡ് റെയിൽ. 2025 ഓസ്കാറിലേക്ക് ഇന്ത്യയുടെ എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ചലച്ചിത്രം ലബദ ലേഡീസ്. സംവിധാനം കിരൺ റാവു. 2024 നവംബറിൽ അന്തരിച്ച സത്യജിത്ത് റേയുടെ പതേർ പാഞ്ചാലിയിലെ ദുർഗ എന്ന കുട്ടിയെ അവതരിപ്പിച്ച ബംഗാളി നടി ഉമാദാസ് ഗുപ്ത. വിയറ്റ്നാം ഇന്ത്യ ഉഭയകക്ഷി സൈനികാഭ്യാസം വിൻബാക്സ് 2024 വേദി ഹരിയാന. 2024 പൂനെ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളത്തിൽ നിന്നുള്ള മൈക്രോ സിനിമ ഫുഡ് വെയർ. സംവിധാനം ചന്ദ്രു വെള്ളരിക്കുണ്ട്. ഇലക്ട്രിക് വാഹനത്തിൻ്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി അടുത്തിടെ ആരംഭിച്ച പദ്ധതി PME ഡ്രൈവ്. ഇന്ത്യയും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആർമിയും തമ്മിലുള്ള യുദ്ധ് അഭ്യാസ് സംയുക്ത സൈനികാഭ്യാസം 2024 വേദിയായത് മഹാജൻ, രാജസ്ഥാൻ. UK-യിലെ ലീഡ്സ് സർവകലാശാലയിലെ ഗവേഷണ സംഘം നടത്തിയ പഠന റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പുറന്തള്ളുന്ന രാജ്യം ഇന്ത്യ. 2ാം സ്ഥാനം നൈജീരിയ. ഏഷ്യൻ കിങ് എന്ന ഇനം കഴുകനെ സംരക്ഷിക്കുന്നതിനായി രാജ്യത്തെ ആദ്യ സംരക്ഷണ കേന്ദ്രം ആരംഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ്. അലങ്കാര മത്സ്യങ്ങളെക്കുറിച്ചുള്ള സമ്പൂർണ്ണ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം പുറത്തിറക്കിയ ആപ്പ് രംഗീൻ മച്ച്ലി ആപ്പ്. ഇന്ത്യയിൽ എവിടെയും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവരെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് തെളിവ് സഹിതം വിവരം നൽകാനുള്ള ക്യാമ്പയിൻ സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ. 54ാമത് GST കൗൺസിൽ മീറ്റിംഗ് വേദി ന്യൂഡൽഹി. 2024 സെപ്റ്റംബറിൽ നാഗാലാൻഡിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഇഞ്ചി കുർകുമ ഇൻജൻ. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സോളാർ ഇലക്ട്രിക് ബോട്ട് ബരക്കൂഡ. പുതിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടക. 3ാം സ്ഥാനം കേരളം. ഏറ്റവും കൂടുതൽ നാളികേര ഉൽപ്പാദനമുള്ള രാജ്യം ഇന്തോനേഷ്യ. 2ാം സ്ഥാനം ഫിലിപ്പൈൻസ്. 3ാം സ്ഥാനം ഇന്ത്യ. ഇന്ത്യയുടെ 51ാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. ഇന്ത്യൻ ഗവേഷകർ കണ്ടെത്തിയ ഭൂമിയേക്കാൾ 5 ഇരട്ടി വലിപ്പമുള്ള ഗ്രഹം ടോയ് 6651b. മുട്ട ചേർത്ത മയോണൈസ് നിരോധിച്ച ഇന്ത്യൻ സംസ്ഥാനം തെലങ്കാന. സർക്കാർ ജോലികളിൽ വനിതകൾക്ക് 35% സംവരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം മധ്യപ്രദേശ്. ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആദ്യ ഗ്രാമം ഉജ്ജാർ ഉളവാർ, കാസർഗോഡ്. ആഗോള പ്രകൃതി സംരക്ഷണ സൂചികയിൽ 180 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 176. 1ാം സ്ഥാനം ലക്സംബർഗ്. അടുത്തിടെ സ്ത്രീകൾക്ക് സൗജന്യ ഗ്യാസ് സിലിണ്ടറുകൾ നൽകുന്നതിനായി ദീപം പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. രാജ്യത്തെ റെയിൽവേ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ആപ്പ് സൂപ്പർ ആപ്പ്. അടുത്തിടെ അന്തരിച്ച BPL സ്ഥാപകൻ TPG നമ്പ്യാർ. 2025 ദുബായിൽ അന്താരാഷ്ട്ര ഗവേഷണ കേന്ദ്രം ആരംഭിക്കാൻ ഒരുങ്ങുന്ന IIT മദ്രാസ്. വേൾഡ് ജസ്റ്റിസ് പ്രോജക്റ്റ് പുറത്തിറക്കിയ
റൂൾ ഓഫ് ലോ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 79. ഒന്നാമത് ഡെൻമാർക്ക്. മഹാരാഷ്ട്ര സ്റ്റേറ്റ് സ്കിൽസ് യൂണിവേഴ്സിറ്റിയുടെ പുതിയ പേര് രത്തൻ ടാറ്റ സ്റ്റേറ്റ് സ്കിൽസ് യൂണിവേഴ്സിറ്റി. സായുധ സേനകളുടെ മെഡിക്കൽ ഓഫീസ് ഡയറക്ടർ ജനറലായി നിയമിതയായ ആദ്യ വനിത ആരതി സരിൻ. 2024 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത തബല വിദ്വാൻ സക്കീർ ഹുസൈൻ. 2024 ഡിസംബറിൽ അന്തരിച്ച വിഖ്യാത ചലച്ചിത്ര സംവിധായകൻ ശ്യാം ബെനഗൽ 2005 ഫാൽക്കെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ജിയോ സയൻസ് മ്യൂസിയം ഗോളിയാർ. ഹരിയാനയിൽ നിന്ന് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മുൻ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖ ശർമ്മ. ഹൈഡ്രജൻ ഇന്ധനത്തിൽ ട്രെയിൻ ഓടിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 5. ട്രെയിനിൽ ഹൈഡ്രജൻ നിറയ്ക്കുന്ന സാങ്കേതിക വിദ്യ വികസിപ്പിച്ച ഫ്ലൂയിട്രോൺ കമ്പനിയുടെ ശാഖ എവിടെയാണ്? കൊച്ചി. 2024 നവംബറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടന്ന സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര, ജാർഖണ്ഡ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കൊമേഴ്ഷ്യൽ പൈലറ്റ് സമൈറ. രഥപനി ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്ക് അവരുടെ അക്കൗണ്ടുകളിൽ 4 നോമിനികൾ വരെ ഉണ്ടായിരിക്കാൻ അനുവദിക്കുന്ന ബാങ്കിംഗ് നിയമ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കിയത് 2024 ഡിസംബർ 3. 2024 ഡിസംബറിൽ ഇന്ത്യ സന്ദർശിച്ച ശ്രീലങ്കൻ പ്രസിഡന്റ് അനുര കുമാര ദിസ്സനായക. ഇന്ത്യയുടെ ആദ്യത്തെ മൈക്രോ ആൽഗ ലിക്വിഡ് ട്രീ സ്ഥാപിച്ചത് കുഫോസ് ക്യാമ്പസിൽ. ലോകത്ത് ഏറ്റവും കൂടുതൽ മൊബൈൽ മാൽവെയർ ആക്രമണ ഭീഷണി നേരിടുന്ന രാജ്യം ഇന്ത്യ. ഇന്ത്യൻ ആർമി ആദ്യമായി ഒപ്റ്റിക്കൽ ഫൈബർ കണക്ടിവിറ്റി ആരംഭിച്ചത് സിയാച്ചിൻ. ഇന്ത്യ ഇൻ്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ 2024 വേദി ഗുവാഹത്തി. നാഷണൽ സീഡ് കോൺഗ്രസ് വേദി വാരണാസി. കാലാവസ്ഥാ വ്യതിയാന സൂചിക പ്രകാരം ഇന്ത്യ എത്രാമത്തേതാണ്? 10. ഉത്തർപ്രദേശിലെ പുതിയ ജില്ലയുടെ പേര് മഹാകുംഭ്. 2024 എയ്ഡ്സ് ദിനത്തിൻ്റെ പ്രമേയം ടേക്ക് ദ റൈറ്റ് പാത്ത്, മൈ ഹെൽത്ത് മൈ റൈറ്റ്. ഭരണഘടനയുടെ 75ാമത് വാർഷികത്തോടനുബന്ധിച്ച് അടുത്തിടെ ഏതൊക്കെ ഭാഷകളിലാണ് ഭരണഘടനയുടെ പതിപ്പുകൾ ഇറക്കിയിട്ടുള്ളത്? സംസ്കൃതം, മൈഥിലി. GI ടാഗ് പദവി ലഭിച്ച ഹർ ചോള സാരി ഏത് സംസ്ഥാനത്തിൻ്റെതാണ്? ഗുജറാത്ത്. രാജ്യത്തെ ആദ്യ രാത്രി സഫാരി പാർക്ക് നിലവിൽ വന്നത് ലക്നൗ, കുക്രയിൽ സംരക്ഷിത വനമേഖലയിൽ. ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. അടുത്തിടെ അന്തരിച്ച പ്രകൃതി സംരക്ഷണത്തിനായി ജീവിതം ഒഴിഞ്ഞുവെക്കുകയും സസ്യങ്ങളുടെ വിജ്ഞാനകോശം എന്നറിയപ്പെടുകയും ചെയ്ത പത്മശ്രീ ജേതാവ് തുളസി ഗൗഡ. കപ്പലിൽ നിന്ന് ബോട്ടുകൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുവാനുള്ള ഇന്ത്യയുടെ സംവിധാനം എൽ റാഡ്. ബജ്ജിക ഭാഷയിൽ ചിത്രീകരിച്ച ആദ്യ സിനിമ ആജൂർ. സംവിധാനം ആര്യൻ ചന്ദ്രപ്രകാശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുട്ട ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഗുരു നാനാക്കിൻ്റെ 555ാമത് ജന്മവാർഷികവുമായി ബന്ധപ്പെട്ട് പ്രത്യേക നാണയം ഇറക്കിയ ഇന്ത്യയുടെ അയൽ രാജ്യം പാകിസ്ഥാൻ. ഡൽഹിയിലെ സാറൈ കാലെ ഖാൻ ചൗക്കിൻ്റെ പുതിയ പേര് ബിർസ മുണ്ട ചൗക്ക്. ഇന്ത്യയിലെ എഴുത്തുകാരുടെ ഗ്രാമം എന്നറിയപ്പെടുന്നത് താനു. RBIയുടെ പുതിയ സർക്കുലർ പ്രകാരം UPI വാലറ്റിൽ സംരക്ഷിക്കാവുന്ന പരമാവധി തുക 5000. സമ്പൂർണ്ണ ശുചിത്വത്തിനായി സംസ്ഥാനമൊട്ടാകെ സംഘടിപ്പിക്കുന്ന മാലിന്യമുക്ത ജനകീയ ക്യാമ്പയിൻ മാലിന്യമുക്ത നവകേരളം 2.0. ടാറ്റ ട്രസ്റ്റിൻ്റെ പുതിയ ചെയർമാൻ ആര്? നോയൽ ടാറ്റ. 2024 ഒക്ടോബറിൽ ഗൂഗിൾ ഡൂഡിൽ ആദരിച്ച മലയാളി ഗായകൻ KK കൃഷ്ണകുമാർ കുന്നത്ത്. BCCയുടെ 2024 ഏറ്റവും സ്വാധീനം ചെലുത്തിയ 100 വനിതകളുടെ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യക്കാർ വിനേഷ് ഫോഗാട്ട്, പൂജ ശർമ്മ, അരുണ റായ്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് ഗ്രാമം കുറ്റിച്ചൽ, തിരുവനന്തപുരം. യൂബറിൻ്റെ ഏഷ്യയിലെ ആദ്യത്തെ ജലഗതാഗത സേവനം യൂബർ ഷിക്കാര, ദാൽ തടാകത്തിൽ. ലോകത്തിലെ ഏറ്റവും കരുത്തരായ 100 വനിതകളുടെ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യക്കാർ നിർമ്മല സീതാരാമൻ, റോഷ്നി നാഡാർ മൽഹോത്ര, കിരൺ മജുംദാർ ഷാ. 2025 ക്വാഡ് ഉച്ചകോടിയുടെ വേദി ഇന്ത്യ.
2024 ഡിസംബർ 26 അന്തരിച്ച ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.